പ്രിയപ്പെട്ടവരെ, ഒരുപാട് രക്ഷിതാക്കൾ പറയുന്ന ഒരു പരാതിയാണ്, കുട്ടികളോട് എത്ര പറഞ്ഞാലും കുട്ടികൾ പഠിക്കുന്നില്ല, ബുക്ക് തുറക്കാറേയില്ല, 100 വട്ടം പറഞ്ഞാലും അനുസരിക്കുന്നില്ല, എന്താണ് ചെയ്യുക? എത്ര പറഞ്ഞിട്ടും എന്ത് പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഇതിന് പരിഹാരമാകുന്നില്ല. യഥാർത്ഥത്തിൽ എവിടെയാണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഈ കുട്ടികളോട് നിങ്ങൾ 100 വട്ടമല്ല, 1000 വട്ടം തന്നെ നിങ്ങൾ പഠിക്കുക, പുസ്തകം തുറക്ക്, എഴുത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ പഠിക്കില്ല. കാരണം വളരെ രസകരമായി പറയാറുണ്ട്, ചലിക്കാത്ത, വർക്ക് ചെയ്യാത്ത ഈ ക്ലോക്കിന്റെ ആ പെൻഡുലം, ആ മുള്ള്, അത് മാത്രം എടുത്ത് അത് വർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ കടയിൽ പോയി നന്നാക്കാൻ കൊണ്ടുപോകുന്ന ഒരാളെ പോലെയാണ് ഈ കുട്ടിയെ നിരന്തരം ഉപദേശിക്കുന്നവന്റെ ഉദാഹരണം. കാരണം പൊതുവെ ഈ വിഷയത്തിൽ മാത്രമല്ല, കുട്ടികളിൽ കാണുന്ന പ്രശ്നങ്ങൾ, കുട്ടികളിൽ കാണുന്ന വൈകല്യങ്ങൾ, സ്വഭാവ പ്രശ്നങ്ങളോ പഠന പ്രശ്നങ്ങളോ എന്ത് തരം പ്രശ്നങ്ങളായിക്കോട്ടെ, യഥാർത്ഥത്തിൽ കുട്ടികളെ മാത്രമല്ല നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്. എന്താണോ പ്രശ്നം എന്ന് കണ്ടെത്തി നമ്മൾ ആ പ്രശ്നം കണ്ടെത്തി ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ക്ലോക്കിലെ വർക്ക് ചെയ്യാത്ത ക്ലോക്ക്, അതിന്റെ മുള്ള് മാത്രം എടുത്ത് ഷോപ്പിൽ പോയി അവൻ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവൻ എത്ര വിഡ്ഢിത്തരമാണ് അവൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നടക്കാത്തതിന്റെ പിന്നിൽ, വർക്ക് ചെയ്യാത്തതിന്റെ പിന്നിൽ ബാറ്ററിയുടെയോ മറ്റു എന്തെങ്കിലും യന്ത്രങ്ങളുടെയോ പ്രശ്നങ്ങളായിരിക്കാം. അതിനെയാണ് നന്നാക്കേണ്ടത്. അതുപോലെ ചിലപ്പോൾ ഈ കുട്ടിക്കുള്ള പ്രശ്നത്തിന്റെ കാരണം രക്ഷിതാക്കളായിരിക്കാം, കുടുംബക്കാരായിരിക്കാം, വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിലെ പ്രശ്നമായിരിക്കാം, ചിലങ്കിൽ കൂട്ടുകാരുടെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പോകുന്ന വഴിയിലൂടെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, നാട്ടുകാരുടെ പ്രശ്നങ്ങൾ, അധ്യാപകന്റെ പ്രശ്നങ്ങൾ, സ്കൂൾ മാറിയ പ്രശ്നങ്ങൾ, കൂട്ടുകാർ മാറിയ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളായിരിക്കാം. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ പലതരം പ്രശ്നങ്ങളായിരിക്കും കുട്ടികളെ വൈകല്യങ്ങൾക്ക് കാരണം. അപ്പൊ അത് കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിൽ തീരെ പഠിക്കുന്നില്ല, പുസ്തകങ്ങൾ തുറക്കുന്നില്ല. അതേസമയത്ത് ഈ കുട്ടിയെ നമ്മൾ സ്കൂളിൽ പോയി അന്വേഷിക്കുമ്പോൾ അധ്യാപകർ, ഉസ്താദുമാർ പറയുന്നു കുട്ടി നല്ല മിടുക്കനാണ്, നന്നായി പഠിക്കും, അതുപോലെ ഞങ്ങൾ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയും, പരീക്ഷയിൽ നല്ല മാർക്കുണ്ട്, സ്കൂളിലൊക്കെ നന്നായി പഠിക്കാറുണ്ട്, പെരുമാറാറുണ്ട്. വീട്ടിലെത്തിയാൽ രക്ഷിതാക്കളുടെ പരാതിയാണ് കുട്ടി തീരെ പഠിക്കുന്നില്ല, പുസ്തകം തുറന്നു നോക്കാറേ ഇല്ല. ഇതിനെന്താണ് പരിഹാരം? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ 3 തരമാണ്. ഒന്ന് ഓഡിറ്ററി ലേണർ, അതുപോലെ വിഷ്വൽ ലേണേഴ്സ്, കിനസ്റ്റിക് ലേണേഴ്സ്. ഇങ്ങനെ 3 തരം വിദ്യാർത്ഥികളാണ്. എല്ലാ കുട്ടികൾക്കും കേട്ടും കണ്ടും ചെയ്തും പഠിക്കാൻ കഴിയും. ആ ഒരു കഴിവ് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. എന്നാൽ ചില കുട്ടികൾക്ക് കേട്ടാൽ പെട്ടെന്ന് പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും ആവേശത്തോടെ പഠിക്കാൻ കഴിയും. ഈ കുട്ടികളുടെ പ്രത്യേകത എന്താണ്? നിങ്ങളുടെ കുട്ടി കേട്ടാലാണ് പെട്ടെന്ന് പഠിക്കുക, കേട്ടാലാണ് ആവേശത്തോടുകൂടി കൂടുതൽ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളുടെ കുട്ടി ഓഡിറ്ററി ലേണർ, കേട്ട് പഠിക്കുന്നവനാണ് എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുക? ഒരുപാട് രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കുട്ടി വീട്ടിൽ വന്ന് പഠിക്കുന്നില്ല, അതൊരു വൈകല്യമാണ്, അതൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. എല്ലാ കുട്ടികളെയല്ല ഞാൻ പറയുന്നത്. ചില കുട്ടികൾക്ക് ഈ പറയുന്ന ഓഡിറ്ററി ലേണർ അല്ലെങ്കിൽ പോലും ചില എന്തെങ്കിലും മറ്റുള്ള കാരണങ്ങൾ ഉണ്ടാകാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാരണങ്ങൾ കണ്ടെത്തുക. അപ്പോൾ നിങ്ങളുടെ കുട്ടി കേട്ട് പഠിക്കുന്നവനാണ്, ഓഡിറ്ററി ലേണർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള അതിനുള്ള ചില അടയാളങ്ങൾ, ലക്ഷണങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ മനസ്സിലാക്കാൻ കഴിയും. ഈ ഓഡിറ്ററി ലേണർ, കേട്ട് പഠിക്കുന്നവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾക്ക് പേരുകള്, വാക്കുകള്, അതുപോലെ നീണ്ട ലിസ്റ്റുകൾ, ഒരുപാട് വൊക്കാബുലറികളൊക്കെ അവർക്ക് മനഃപ്പാഠമാക്കി വെക്കാൻ കഴിയും. അതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തീയതികള്, പേരുകള്, ഇതൊക്കെ അവർക്ക് ഓർത്തു വെക്കാൻ കഴിയും. ഇവരുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കുട്ടികൾ ക്ലാസ്സിൽ അധ്യാപകൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവർ കൂടുതൽ പഠിക്കുകയും അത് അപ്പോൾ തന്നെ മനഃപ്പാഠമാക്കുകയും ചെയ്യും. ചിലപ്പോൾ ഇവർക്ക് പുസ്തകം വായിച്ചാൽ ചിലപ്പോൾ പഠിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ പ്രാക്ടിക്കലിലൂടെ കൂടുതൽ പഠിക്കാൻ കഴിയാത്ത കുട്ടികളായിരിക്കാം. അതേസമയത്ത് കേട്ടാൽ അപ്പോൾ തന്നെ അവർ അതിനെ ബൈഹാർട്ട് ചെയ്യുകയും മറ്റുള്ള ഹോംവർക്കുകളൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. ഈ കുട്ടികൾ വായന വളരെ കുറവായിരിക്കും. പുസ്തകം വായിക്കുക, അതുപോലെ എഴുതുക, ഇത് വളരെ കുറവാണെങ്കിലും അവർ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ അവർ അതുപോലെ പഠിച്ചിരിക്കും. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്
എന്ത് പഠിക്കുകയാണെങ്കിൽ ഉറക്കെ പഠിക്കുക, അത് പറഞ്ഞ് പഠിക്കുക. അവർ പറയുന്നത് അവർ പഠിക്കുന്നത് അവർ കേൾക്കണം, ആ രൂപത്തിൽ പഠിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ശബ്ദങ്ങൾ കോലാഹലങ്ങളൊക്കെ ഇവർക്ക് വലിയ രൂപത്തിൽ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ശബ്ദ കോലാഹലങ്ങൾ, ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നത് ഇവരെ ബാധിക്കും. അതുപോലെ ഇവർ പൊതുവേ ഇഷ്ടപ്പെടുന്നത് വീഡിയോകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് പ്രസംഗങ്ങൾ കേൾക്കുക, അതുപോലെ ചർച്ചകൾ കേൾക്കുക, ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കുക, ഇതാണ് ഇവർക്ക് കൂടുതൽ താല്പര്യവും അതാണ് അവർ പെട്ടെന്ന് പഠിക്കുക. അതുപോലെ ഇവരുടെ പ്രത്യേകത എന്നാൽ ഒരു വ്യക്തിയെ അവർ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ രണ്ടാമത് കാണുമ്പോൾ ചിലപ്പോൾ മുഖം പരിചയം ലഭിച്ചു കൊള്ളണമെന്നില്ല. അതേസമയത്ത് ആ വ്യക്തിയുടെ ശബ്ദം അത് നല്ല ഓർമ്മ ഉള്ളത് കൊണ്ട് ആ ശബ്ദത്തിലൂടെ ആ വ്യക്തിയെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ശബ്ദമാണ് ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്, കേൾവിയാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടി ഓഡിറ്ററി ലേണർ എന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇവരുടെ ലക്ഷണം എന്ന് പറയുന്നത്. ഇവരുടെ കൈയെഴുത്ത്, ഹാൻഡ് റൈറ്റിംഗ് വളരെ ചെറുതായിരിക്കും, എന്നാൽ നല്ല വൃത്തിയുള്ള ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു കുറവായി നമുക്ക് പറയാം. കാരണം ക്ലാസ്സുകൾ മിസ്സായി പോയാൽ, ഒരു ക്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് രണ്ടാമത് നോക്കി പഠിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ എന്താണോ അധ്യാപകൻ പറയുന്നത് അത് അപ്പോൾ തന്നെ അതിനെ ബൈഹാർട്ട് ചെയ്യുക, അപ്പോൾ തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവരെ പൊതുവേ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു അടയാളം എന്ന് പറയുന്നത് ഇവർ നല്ല വസ്ത്രം എപ്പോഴും ചുളിയാതെ ഇസ്തിരിയൊക്കെ തേച്ച് നല്ല വൃത്തിയോടുകൂടെ നടക്കുന്ന കുട്ടികളായിരിക്കും ഈ കുട്ടികൾ. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഒരു വഴിയിലൂടെ 5 or 10 വട്ടം പോയാലും ചിലപ്പോൾ വഴികൾ പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല, പെട്ടെന്ന് മറന്നുപോകും. കാരണം അത് കണ്ടുകൊണ്ടുള്ള ഒരു അറിവാണ്. അപ്പൊ അത് മറന്നു പോകാനാണ് സാധ്യത, വഴികൾ മറന്നു പോകും. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർ സംസാരിക്കുകയാണെങ്കിലും അതുപോലെ ഇവർക്ക് ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുകയാണെങ്കിലും അത് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം തന്നെ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് പറയും. അതുപോലെ അധ്യാപകൻ ക്ലാസ് എടുക്കുകയാണെങ്കിലും ഇവർക്ക് കൂടുതൽ സംശയ നിവാരണത്തിന് അവസരം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ടഫായിട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ കൂടുതൽ ആവർത്തിച്ച് പറയേണ്ടി വരും, എന്നാൽ മാത്രമാണ് ഇവർക്ക് ക്ലാസ് മനസ്സിലാകുക. അത് ഇവരുടെ പ്രത്യേകതയാണ്. അതുപോലെ പൊതുവെ ഈ കുട്ടികൾക്കൊക്കെ മാർക്ക് ലഭിച്ചാൽ 100-ൽ 100, അത് നമ്മൾ 100-ൽ 100 എന്ന് എഴുതി കൊടുക്കുന്നതിനേക്കാൾ നല്ലത്, അതുപോലെ സ്റ്റാർ അവർക്ക് നൽകുന്നതിനേക്കാളും ഇവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇവരെ വാക്കിലൂടെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ അഭിനന്ദിക്കുന്നത് കേൾക്കലാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഇവർ ഓഡിറ്ററി മെമ്മറി ഉള്ളവരാണ്, ഓഡിറ്ററി ലേണിംഗ് സ്റ്റൈൽ ഉള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ അവർ നിൽക്കുന്നത്. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഉറക്കെ അവർ കേൾക്കുന്ന രൂപത്തിൽ ഇവരെ പ്രശംസിക്കുക, ഇവരെ പുകഴ്ത്തുക എന്നുള്ളത് ഇവർക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ ഈ കുട്ടികളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർക്ക് പാട്ടുകൾ കേൾക്കുക, അത് ആസ്വദിക്കുക എന്നുള്ളത് ഇവർക്ക് ഒരു ഹോബിയാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കൂടുതൽ മാർക്ക് വാങ്ങുന്നവരും പരീക്ഷയിൽ കൂടുതൽ വിജയം നേടുന്നവരും ഈ തരത്തിലുള്ള കുട്ടികളായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് പൊതുവെ നമുക്കൊക്കെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഭാഗം ബൈഹാർട്ട് ചെയ്യാനോ പഠിക്കാനോ കൊടുത്താൽ ഇവർ നടന്ന് പഠിക്കുന്നവരായിരിക്കും. നടന്ന് പഠിക്കുക, ഉറക്കെ ചൊല്ലി പഠിക്കുക. അതുപോലെ മറ്റാളുകൾ ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ അത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രൂപത്തിൽ അവർ നമ്മെ അറിയിക്കുകയും ചെയ്യും. ഇതാണ് ഈ കുട്ടികളുടെ പ്രത്യേകത. അതുപോലെ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ 20ാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുട്ടികളോട് എന്തിനാണ് ഇത്ര ശബ്ദത്തിൽ പഠിക്കുന്നത്, ഒന്ന് ശബ്ദം താഴ്ത്തി പഠിച്ചുകൂടെ, അപ്പുറത്തെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഡിസ്റ്റർബ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ അവർ കേൾക്കുന്ന രൂപത്തിൽ ഒച്ചത്തിൽ ഉറക്കെ പറഞ്ഞ് പഠിച്ചാൽ മാത്രമാണ് ഇവർക്ക് പഠിക്കാൻ കഴിയുക, അത് ഓർത്തു വെക്കാൻ കഴിയുക. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ അവർ ഓഡിറ്ററി ലേണറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ കൂടുതൽ പഠിക്കാനും അവർ കൂടുതൽ പുരോഗതിയിൽ ഉയർച്ചയെത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് ഞാൻ പറയുന്നത്. ഈ തരം കുട്ടികൾ അവർ പഠനത്തിൽ ഉയരാൻ, അവർ വലിയ ഉന്നതിയിലെത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ക്ലാസുകൾ, ഓഡിയോ ക്ലാസുകൾ, ഇനി വീഡിയോ ആണെങ്കിൽ തന്നെ അതിൻ്റെ വോയിസുകൾ, അതുപോലെ മറ്റുള്ള പ്രസംഗങ്ങൾ, ചർച്ചകൾ, ഇതൊക്കെ അവർക്ക് കേൾപ്പിക്കുക. ഇതിലൂടെയാണ് അവർക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുക. അതുപോലെ ഈ കുട്ടികൾക്ക് ഉറക്കെ വായിക്കാനും ഉറക്കെ പറഞ്ഞ് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നൽകുക. അത് കൂടുതൽ അവർക്ക് പഠിക്കാനും ഓർത്തു വെക്കാനും കഴിയും. അതുപോലെ പൊതുവെ ഞാൻ പറയാറുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടിയോ മറ്റോ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, പോയിന്റ്സുകൾ നമ്മുടെ സുഹൃത്തിനെയോ അടുത്തുള്ള ക്ലാസ്മേറ്റിനെയോ നമ്മൾ പഠിപ്പിക്കുക ഈ കുട്ടികൾ.
അതുമൂലം ഇവർക്ക് കൂടുതൽ പഠിക്കാനും നല്ല മാർക്ക് വാങ്ങാനും സാധിക്കും. അതുപോലെ ഈ കുട്ടികൾ കൂടുതൽ കാര്യങ്ങളും കേട്ട് പഠിക്കുന്നത് കൊണ്ട് ഇവരുടെ മെമ്മറി ഓഡിറ്ററി മെമ്മറി ആയതുകൊണ്ട് തന്നെ ഇവർ എഴുതാൻ പൊതുവെ മടിയന്മാരായിരിക്കും. അപ്പോൾ എഴുത്തിന്റെ ഒരു പരിശീലനം ഇവർക്ക് കൂടുതൽ നമ്മൾ നൽകാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ പഠിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതുപോലെ ഒരു സംഭാഷണമാക്കി അവതരിപ്പിക്കുക, ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം പറയുക. ഈ രൂപത്തിലൊക്കെ ആകുമ്പോഴാണ് ഈ കുട്ടികൾ പെട്ടെന്ന് പഠിക്കുക, താല്പര്യത്തോടെ പഠിക്കുക. ഈ കുട്ടികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാഠഭാഗങ്ങൾ ആവർത്തിച്ച് പഠിക്കേണ്ടി വരും. മറ്റുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ബുക്സുകൾ നോക്കിയാൽ ചിലപ്പോൾ പഠിക്കാൻ കഴിയും, എഴുതാൻ കഴിയും. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കുമ്പോഴാണ് അവർക്ക് പഠിക്കാൻ കഴിയുക. അതുപോലെ ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണെങ്കിലും 1 or 2 തവണ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരും ഈ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എന്ത് ആവശ്യത്തിന് വേണ്ടി പഠിക്കുകയാണെങ്കിലും ഇവർ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ഒരു 10 പാഠഭാഗങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, പോയിന്റ്സുകൾ ഒരു കടലാസിൽ എഴുതി ആ എഴുതിയ പോയിന്റ്സുകൾ റെക്കോർഡ് ചെയ്ത് ആ കുട്ടി നടക്കുമ്പോഴോ യാത്രയിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ കുട്ടികൾ കേൾക്കാം. ആ കേട്ടാൽ തന്നെ ആ കുട്ടി അത് പഠിക്കും. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ആ കുട്ടികൾക്ക് സംവിധാനം ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വിഷ്വൽ ലേണർ കണ്ടു പഠിക്കുന്ന കുട്ടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്, അതുപോലെ അത് കഴിഞ്ഞാൽ കിനസ്റ്റിക് ലേണർ ബൈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും. അപ്പോൾ ആ കുട്ടികളുടെ പ്രത്യേകത എന്താണ്, ആ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നതിനെ കുറിച്ച്, അതുപോലെ കുട്ടികളിൽ പൊതുവെ കാണുന്ന 100-ൽ പരം വൈകല്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിന്റെ ലക്ഷണങ്ങൾ, അതിനുള്ള പരിഹാരം ഒക്കെ നമ്മൾ ഓരോ ഘട്ടങ്ങളായി വീഡിയോയിൽ ചർച്ച ചെയ്യും. നമ്മുടെ ചാനൽ നിങ്ങൾ മറ്റുള്ള ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ കമന്റിലൂടെയോ മറ്റോ അറിയിക്കുക. ഇതുപോലെ നല്ല വീഡിയോകളുമായി ഇനി വീണ്ടും കാണാം.